masters. His daughters were extremely handsome, especially the youngest. When she was little, everybody admired her and called her the Little Beauty. As she grew up, she still went by the name of Beauty, which made her sisters very jealous. The youngest, as she has hands Soma, was also better than her two elder sisters. The youngest, as he was hands Soma, was also better than her two elder sisters. The two elder sisters had a great deal of wealth because they were rich. They gave themselves to luxurious airs and would not visit other persons of quality. They went out every day to parties, laughed, pleasure boats, plays, രണ്ടാമത് നാടകം പൊയ്മുഖങ്ങൾ. ഗാനരചന സുനർജി വെട്ടക്കൽ, സംഗീതം പുലല സോമനാഥ്. റെക്കോർഡിംഗ് ശബ്ദക്രമീകരണം രഞ്ജിത്ത് വെണ്ണല. രംഗപടം അനിൽ എൻ മേനോൻ. വെളിച്ച പ്രസരണം ജോഷി ആൻഡ് അരുൺ. ശ്രുതിലയ ഇരു. സാങ്കേതിക സഹായം NS രാധാകൃഷ്ണൻ. ഈ നാടകത്തിൽ വേഷമിടുന്നവർ സർവശ്രീ പീറ്റർ കള്ളിയാട്ടിൽ, ജോണി പയ്യനാടത്ത്, ജോസഫ് പയ്യനാടത്ത്, SV രാധാകൃഷ്ണൻ, പ്രേംചന്ദ് പേരെപ്പറമ്പിൽ, സുനിൽ SR, ഷൈനി ജോൺ, ഷീബ പ്രസാദ് ആൻഡ് കുമാരി വർഷ അജീഷ്. നാടകരചന RK പച്ചാളം. സംവിധാനം ശ്രീ വിജയൻ മാവൂർ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങളുടെ എവരുടെയും നിശബ്ദമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. പൊയ്മുഖങ്ങൾ. ഞാൻ എൻ്റെ അപ്പൻ്റെ പുന്നാര മോള് തന്നെ.
എന്റെ അപ്പനെ അത്ര വലിയ കുറ്റമൊന്നുമില്ല. എപ്പോഴും നല്ല സുരേഷ് ഗോപിനെ പോലെ ഇരിക്കണത്. എന്റെ അപ്പൻ്റെ അപ്പച്ചി ഇന്നൊരു നല്ല ദിവസമായിട്ട് എന്റെ അപ്പച്ചന്റെ കുറ്റം പറയാതിരിക്കും. പിന്നെ അപ്പച്ചന്റെ കുടി അത് ഇന്നൊന്നും തുടങ്ങിയതാണ്. അത് നീ പറഞ്ഞ സത്യം. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു രാത്രി വെള്ളമടിച്ച് ഉറങ്ങിക്കളഞ്ഞ ആളാണ്. ആ അത് ശരി. അത് ഓർത്ത അമ്മച്ചിക്ക് ഇപ്പൊ ദുഃഖം. അമ്പടി അമ്മച്ചി എന്റെ കണ്ണേണിക്ക് അതെ നിന്റെ അപ്പൻ ഉണക്ക സുരേഷ് ഗോപി വരുന്നുണ്ട്. ഇതിന് ഞങ്ങൾ ചിറകെന്നാ പറയണത്. അപ്പൊ ഇതിന്റെ ഉടലെന്നല്ലേ ഇവിടെ ഉടലും തമിഴില്ലാത്ത താറാവ. അതെന്ത് പറ്റി? അതെവിടെ പോയി? ഇനി താറാവുകാരൻ എന്നെ പറ്റിച്ച. താറാവുകാരൻ പറ്റിച്ചതല്ല. അപ്പച്ചൻ കുടിച്ച് പാട്ടും പാടി നടന്നപ്പോ താറാവിന്റെ ഉടലിൽ ധരിച്ചു കൊണ്ടുണ്ടാവും. അപ്പന്റെ കയ്യിൽ ചിറകും. അമ്മച്ചി അമ്മച്ചി പറഞ്ഞത് സത്യമാണ്. എനിക്ക് ഇന്നെങ്കിലും മനസ്സിലായില്ലേ മോളെ? മനസ്സിലായി മോളെ. മേടിയേ ക്രിസ്മസ് താറാവേ ആ പാടത്തൊക്കെ എന്തൊരു തണുപ്പ്. ഇതാരാണ് ഡിസംബറിൽ കൊണ്ട് ക്രിസ്മസ് വെച്ചത്? എന്തൊരു മഴമുള്ള തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ചെറുപ്പക്കാരിന് വർഷം കേൾക്കാൻ പറ്റിയ പോലെ എന്തൊക്കെ നിങ്ങോട്ട് നോക്കിയിട്ട് കണ്ട എന്റെ ബസ്സിൽ പവർ കണ്ട മനുഷ്യ പെൺകൊച്ചകത്തുണ്ട്. അതിനെന്താണ് ഇപ്പൊ പറ്റിയത്? അവളെന്റെ മോളല്ലേ, അല്ലാതെ നീ വന്നപ്പോ കൊണ്ടുവന്നതല്ല. എന്റെ വായിക്കണൊക്കെ കുടിച്ചു കഴിഞ്ഞാ പിന്നെ മാണോ മാനോ ഇല്ല. വായ തുറന്നാ പിന്നെ ഇങ്ങനത്തെ വർത്താനേ വരുള്ളൂ. എന്റെ കർത്താവേ, നീ കുറച്ചു നേരം കുരിശു വെക്കുന്നുള്ളൂ. ഞാൻ ഈ കുരിശു വെക്കാൻ കഴിഞ്ഞിട്ട് 10-25 കൊല്ലത്തോളമായി. അതിനെന്താണ് ഇപ്പൊ ഒരു കുഴപ്പം? ഈ കുരിശു തന്നെയാണ് ഈ കാലത്ത് ഉണ്ടാക്കിയത്. അല്ല, നമുക്ക് ബാക്കിയുള്ളൊരു മോളില്ലാണ് കിളിപോലത്തെ മോള്. കുടിച്ചു കഴിയുമ്പോ മോളെ ഓർത്താ മതി. അവള് പഠിത്തം കഴിഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് നാളെത്രേ. നിങ്ങൾ ആ മണിയമ്പിള്ള സാറിന്റെ കമ്പനിയിൽ എത്ര കാലം ജോലി നോക്കിയതാ? ആ സാറിനോട് പറഞ്ഞ മോൾക്കൊരു ജോലി ശരിയാക്കി തരില്ലേ? ഞാൻ പറഞ്ഞില്ലെന്നാണ് എന്റെ വിചാരം. അവള് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ, എന്റെ മോളെ കാത്തുകൊള്ളണേ. എന്റെ മോൾക്ക് നല്ല വഴി കാട്ടിക്കൊടുക്കണേ. ഞാനും അമ്മച്ചിയും പറഞ്ഞത് അപ്പച്ചന് മനസ്സിലാവുന്നില്ലേ? എല്ലാം മനസ്സിലാവുന്ന പോലെ, പക്ഷെ ഇച്ചി കുടിച്ചില്ലെങ്കിൽ അപ്പച്ചന്റെ കയ്യിനും കാലിനൊക്കെ ഒരു വിറയല. ഇന്നത്തെ ഇത്തിരിയാണപ്പാ, പിന്നീട് ഒത്തിരി ആവുന്നത്. കുടിച്ചു ബോധമില്ലാതെ വഴിയിൽ കിടക്കുന്ന അപ്പനെ നോക്കി ഏത് മകൾക്കല്ലോ അഭിമാനത്തോടെ പറയാൻ പറ്റും, ആ കിടക്കുന്ന എന്റെ അപ്പനാണ്. അപ്പനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അപ്പച്ചനൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കും അമ്മച്ചിക്കും അപ്പച്ചനല്ലാതെ വേറെ ആരാണുള്ളത്? എന്റെ മോള് പറഞ്ഞതാ ശരി. അപ്പച്ചൻ ഇങ്ങനെ കുടിച്ച് നടന്നാൽ ശരിയാവില്ല. എന്റെ മോള് കഴിഞ്ഞിട്ട് ഇനി അപ്പന് എന്തുള്ളൂ. എന്റെ മോക്ക് വേണ്ടി അപ്പം കുടി നടത്തും. അമ്മച്ചി അപ്പച്ചൻ വേണ്ടി ശബ്ദം ചെയ്തു തുടങ്ങി. 25 കൊല്ലമായിട്ട് കേൾക്കണാടി അപ്പന്റെ ഈ അബദ്ധം. നീ എന്നോട് പേടിക്കും. അപ്പച്ച ഒറ്റടിക്ക് കൂടി നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. മെല്ലെ നിർത്തിയാൽ മതി. ഒരു ദിവസം കൊണ്ട് കൂടി നിർത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്റെ ഇച്ഛായ, തങ്കക്കൂടം പോലത്തെ ഒരു മോളെ കർത്താവ് നമുക്ക് തന്നില്ലേ. ഇനിയെങ്കിലും ഇച്ഛായ മോള് പറയുന്നതൊന്ന് കേൾക്ക്. അമ്മച്ചി അമ്മച്ചി നോക്കിക്കോ, എനിക്കൊരു ജോലി കിട്ടട്ടെ. എന്റെ അപ്പന് വേണ്ടുന്ന എല്ലാം ഞാൻ ഈ വീട്ടിൽ വരുത്തിത്തരും. നമ്മുടെ മോള് പറഞ്ഞത് കേട്ടോ?
അവക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞ നമ്മളെ പൊന്നുപോലെ നോക്കുന്നു. നീ നോക്കുന്നു നമ്മുടെ മോള് ഈ വീടൊരു സ്വർഗാക്കും. മതി മതി, അപ്പനും മോളും കൂടി തുറന്ന സ്വപ്നം കണ്ടത്. നിങ്ങൾ വന്നൊന്ന് കുളിക്കാൻ തട്ടെ. ഒരു ദിവസമായിട്ട് അടുക്കളയിലെ ജോലി ഒന്നും കഴിഞ്ഞിട്ടില്ല. വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇടീന്നല്ലടി, നീ വെള്ളം ചൂടാക്കിയിട്ടുണ്ടോ? വെള്ളം ചൂടാക്കി ഇനി തിളപ്പിക്കണോ? വലിയ ആവശ്യം ഉണ്ടായോ? ഇതിന് നിനക്കിപ്പോ എന്തോ മനസ്സിലായി? എന്റെ ഈ കറുപ്പുണ്ടല്ല അവക്ക് തീരെ പിടിക്കണില്ല. അവളുടെ വെളുപ്പേ ഞാൻ എന്ത് കളിപ്പിക്കണം? പരിഭവിക്കല്ലേ പെണ്ണെ, ഈ ട്രാഫിക് ബ്ലോക്കിനകത്തൂടെ ഇവിടെ എത്താൻ പറ്റ പാട് നിനക്ക് അറിയാമോ? എന്ന് കണ്ടതാ റോയിച്ച? കഴിഞ്ഞ ക്രിസ്മസിന്. പിന്നെ ഈ ക്രിസ്മസ് രാത്രി? ശരി, ഈ ക്രിസ്മസ് രാത്രി തന്നെ ഇത്രയും ദൂരേന്ന് ഞാൻ ഇവിടേക്ക് ഓടിയെത്തി എന്തിനാ? നിന്നെ കാണാൻ. എന്നെ കാണുന്ന പേരും പറഞ്ഞ് എന്റെ അപ്പനുമായി ക്രിസ്മസ് അടിച്ചു പിടിക്കാനല്ലേ? പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണ്. വൈലിച്ചാരി ഇല്ലായിരുന്നെങ്കിൽ ഒരു ബോട്ടപകടത്തിൽപ്പെട്ട് ലക്ഷ്യമില്ലാതെ കായൽ ഒഴുകി നടന്നത് 9 ദിവസമായിരുന്നേ. തോളത്തിട്ട് നീന്തി കരക്കെത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനെന്തോ. അന്ന് മുതൽ തുടങ്ങിയതാ വൈലിച്ചാരി എൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം. അപ്പോ വല്ലപ്പോഴൊക്കെ ഞാനിവിടെ വരുമ്പോൾ അവിടെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടോ? ഇതെല്ലാം എനിക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ റോയിച്ച? റോയിച്ചിനെന്താ എന്നെ കുറിച്ച് ആലോചിക്കാത്തത്? അത് ഞാൻ ആലോചിക്കഞ്ഞിട്ടാണോ? പിന്നെന്താ എന്നെ കൂടെ കൂട്ടാത്തത്? അതിന് ഞാനാണ് തടസ്സം. പിന്നെ ആരാ? നിന്റെ അപ്പനല്ലേ? എന്റെ അപ്പനെ പറയാനുണ്ടല്ലോ. നിന്റെ അപ്പനല്ലേ എന്റെ അമ്മായിയപ്പൻ. ഒരു കണക്കിന് എന്റെ അപ്പം പറഞ്ഞാൽ ശരി. എനിക്കിഷ്ടമാണെങ്കിലും ഒരു കടപ്പാടിന്റെ പേരിൽ റോയിച്ചിന് എന്നെ കെട്ടിക്കൊണ്ടുപോയാൽ ഈ നാട്ടുകാർ എന്ത് പറയും? അതിന് ചില മര്യാദകളൊക്കെ ഇല്ലേ? എന്ത് മര്യാദ? അച്ചാര കല്യാണം, മനസ്സമ്മതം, വിളിച്ചൊല്ലൽ, കർത്താവിന്റെ സന്നിധിയിൽ കല്യാണം, പിന്നെ കുറച്ച് സ്വർണം. സ്വർണ്ണോ? പിന്നെ ആർക്ക് വേണം നിന്റെ അപ്പന്റെ സ്വർണം? എനിക്ക്. നമുക്ക് ജീവിക്കണ്ടേ റോയിച്ച? അവിടെ കള്ളി. എന്റെ കർത്താവ് ഇതാരും വായിച്ചതാ. മോനെ നീ വന്നിട്ട് അധികം ഇപ്പൊ നീ എന്താണ് ഇവൻ വന്നിട്ട് ഞങ്ങളെ വിളിക്കാതിരുന്നത്? യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നവന് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഇവിടെ ഇരുന്ന് കിന്നരിക്കണായിരുന്നോ റോയിച്ച? ഞാനായി കുറ്റക്കാരി. കഴിഞ്ഞ ക്രിസ്മസിന് വന്നിട്ട് പോയതാ. നിനക്ക് ഈ ഗൾഫിലെ ജോലിയൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് നാട്ടിലൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചൂടെ പോലെ? ആ ശ്രമിക്കണം. എന്നിട്ട് വേണം മനസ്സിലുള്ള മോഹങ്ങളൊക്കെ സഫലീകരിക്കാൻ. റോയിച്ച ഞാൻ ചായ എടുക്കാം. മേരി പോവല്ലേ?
കമ്മട് കുടൽ മാറി കുമ്മിയടിക്കടി കല്യാണി രണ്ടേം പോലും അട്ടിമുട്ടി താളം കൂട്ട ചങ്ങാതി കമ്മട് കുഴലെടുത്ത് മാറി കുമ്മിയടിക്കടി കല്യാണി രണ്ടേം പോലും അട്ടിമുട്ടി താളം കൂട്ട ചങ്ങാതി താളം പോരടാ ഇളം പോരടാ ഇനിയും ഏറണം പഞ്ചാരി താളം പോരടാ ആ മേളം പോരടാ ഇനിയും ഏറണം പഞ്ചാരി പൈലിച്ചായോ പൈലിച്ചായ എഴുന്നേക്ക് എപ്പ വന്ന് ഒക്കെ പറ എഴുന്നേക്ക് എപ്പ വന്ന് ഒക്കെ പറ എഴുന്നേക്ക് അപ്പേ ഞാൻ ഇറങ്ങുക എത്ര വൈകിയാലും അപ്പച്ചനും അമ്മച്ചനും ഒന്നും പറയൂല കാരണം ഞാൻ ലീവിന് വരുമ്പോ ആദ്യം ഇവിടെ വന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് ചെല്ലാവുന്നതാണ് അവരുടെ ഉത്തരവ് ആ ഉത്തരവ് ഇതുവരെ ഞാൻ പാലിച്ചിട്ടുണ്ട് നീ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ മോനെ. ആദ്യം കാണുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് എന്റെ വീട്ടിൽ അതെനിക്ക് നിർബന്ധം പോട്ടെ ചിന്നമ്മച്ചി പൈച്ചായോ ക്രിസ്മസ് കൊളോക്കല്ലേട്ടാ ചിന്നമ്മച്ചി പൈച്ചായ ക്രിസ്മസ് കൊളോക്കിയാൽ നല്ല ഇട്ടി വെച്ചോളൂ കേട്ടാ വരി പോട്ടെ കാണാം വിളിക്കടാ. അവൻ വന്നിട്ട് പോകുമ്പോഴാ ഒരു മകനില്ലാത്ത തോന്നൽ മാറുന്നു. നമുക്ക് നമ്മുടെ മരുമകനായിട്ട് ഇങ്ങ് എടുത്താലോ? ചിന്നമ്മേ എരിവൊക്കെ അവന് വലിയ ഇഷ്ടമാ. അത് എനിക്കും അറിയാം. പക്ഷേ മനസ്സിലായി. ഇച്ചിരി പൊന്നും മണമൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് വേണം അവളെ പിടിച്ച് അവനെ ഏൽപ്പിക്കണം. കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും ചെയ്യും. എന്തോടോ പൈലി ക്രിസ്മസ് ആഘോഷമൊക്കെ തുടങ്ങിയോ? അങ്ങനെയൊന്നുമില്ല മുതലാളി. ഈ സമയത്ത് ഇവിടെ ഇപ്പോഴാണോ ഇങ്ങോട്ടൊന്ന് വരാൻ നേരം കിട്ടിയത്? ആ താൻ എന്നോട് തന്റെ മോൾക്കൊരു ജോലിക്കാരി പറഞ്ഞിരുന്നില്ലേ? അപ്പൊ പറഞ്ഞായിരുന്നു. തിരക്ക് മൂലം ഞാൻ അതങ്ങ് മറന്നിടൂ. പക്ഷേ എന്റെ മോൾ ലതക്കുഞ്ഞ് എനിക്ക് ഒരു സ്വൈര്യവും തരുന്നില്ല. അവളുടെ കളിക്കൂട്ടുകാരി മേരിക്ക് ഒരു ജോലി വാങ്ങിക്കൊടുക്കണമെന്ന്. ജനക്കുഞ്ഞും വരുമ്പോഴും അങ്ങനെയല്ലേ വളർന്നു വന്നത്. എന്തായാലും അവളുടെ പരാതി തീർക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എന്തിനാ ചിന്നമ്മ ഇതിനൊക്കെ നന്ദി? നിങ്ങളൊക്കെ എനിക്ക് അന്യനാണോ? അതെ, തന്റെ മോളെവിടെ? ഇപ്പൊ വിളിക്കാൻ പോലല്ലേ ചിന്നമ്മ വരുമോളെ വിളിക്കും. മോളെ മോളെ എന്താ വെച്ചി? ആ മോൾക്കെന്നെ മനസ്സിലായോ? ആ താങ്കൾ അങ്ങനെ വെച്ചത് എന്റെ കളിക്കൂട്ടുകാരി ലതയുടെ അച്ഛന് ഞാൻ മറക്കുമോ? ആ ലതയുടെ ശല്യം കാരണം മേരി മോൾക്ക് ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അത്ര വലിയ ജോലിയൊന്നും അല്ലട്ടോ, തിരുവനന്തപുരത്താ. മോൾക്ക് സമ്മതമാണെങ്കിൽ എന്ത് ജോലിയായാലും എവിടെയായാലും വേണ്ടില്ലെങ്കിൽ എനിക്ക് ഈ ജോലി കിട്ടിയാൽ എന്റെ അപ്പച്ചനമ്മച്ചിന് അതൊരു ആശ്വാസമാകും. എങ്കിൽ ഒരാഴ്ചക്കകം തിരുവനന്തപുരത്ത് പോകാൻ മോള് റെഡിയായിക്കോ. എന്താടോ പൈലി, തനിക്ക് സന്തോഷമായില്ലേ? ഒത്തിരി സന്തോഷമായി മകളി. അതിരിക്കട്ടെ, താനിപ്പോ എന്ത് ചെയ്യുന്നു? ഓ അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ചെറുതൊക്കെ വല്ലപ്പോഴും ഒക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് വാടോ. വരട്ടെ ഓ വരട്ടെ മോളെ. അങ്കിൽ ലതയെ ഞാൻ അന്വേഷിച്ചത് പറയണം. തീർച്ചയായും മോളെ.
നമ്മുടെ മോളുടെ ജോലിക്കാരി ഓർത്തിരുന്നില്ലേ? മുതലാളി തങ്കപ്പെട്ടവനാ. കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ നടക്കും. ഞാൻ അറിയാതെ ആരാ എന്താ കാര്യം? ഓ എന്നറിയില്ലേ? ഞാൻ മനോഹരൻ. മനോഹരനാ? ഏത് കാര്യം? നിനക്ക് വീട് കെട്ടിയിരിക്കും. ഇത് മണിയനമ്മാരുടെ വീട് തന്നെയല്ലേ? ഇത് മണിയമ്പിള്ള സാറിന്റെ വീടാണ്. അപ്പോൾ എനിക്ക് വീട് കെട്ടിയിട്ടില്ല. അതെ, അയാ മനോഹരൻ. മണിയമ്പിള്ള സിസ്റ്റേഴ്സ്. എന്തോന്ന്? മണിയമ്പിള്ള സാറിന്റെ പെങ്ങളുടെ മകൻ. ഇപ്പോൾ എവിടെയൊന്ന് വരുന്നു? ഒരു ചിന്ന ബ്രേക്ക്. എനിക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിനെന്താ പറയാം. ഞാനിപ്പോൾ വരുന്നത് ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈയിൽ നിന്നോ? യെസ്. മുംബൈയിൽ നിന്ന് ഞാൻ ഇന്നലെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് അങ്ങനത്തെ കോൾ കിട്ടിയത്. അടുത്ത നിമിഷം ഞാൻ ഈ കൊച്ചി കേരള. ആള് വിചാരിച്ച പോലെ ഒന്നും അല്ലട്ടാ. കേവലം തന്നെ. മിനിയാന്ന് മുംബൈ, ഇന്നലെ ചെന്നൈ, ഇനി കൊച്ചി കേരളത്തിൽ. ഇനിയിപ്പോ നാളെ എവിടെയാണോ? നാളെ ഒരു പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എനിക്ക് ചില പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ദർശിക്കാൻ ഭാഗ്യമുണ്ടാവുമോ? ഐ മീൻ ക്യാൻ ഐ മീറ്റ് ഹിം? അദ്ദേഹം എപ്പോ വരുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഓ നോ, ഐ വാണ്ട് ടു മീറ്റ് ഹിം ഇമ്മീഡിയറ്റ്ലി. എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ. എന്താണോ ഇത്ര അർജന്റ് കാര്യം? ഓക്കെ, ലീവ് ഇറ്റ്. ലതയും ജയനും അദ്ദേഹത്തിന്റെ മക്കളാണ്. അതെനിക്കറിയാം. സരളയാണ്ടി വേണമെങ്കിൽ രണ്ടാം ഭാര്യയും പറയാം. മിസ്റ്റർ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അവരെല്ലാം എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. ഓ അങ്ങനെ. വെരി ഗുഡ്. ജയൻകുഞ്ഞിനെ പുറത്തേക്ക് പോയി. അത് സരള കൊച്ചമ്മ ഗസ്റ്റ് ഹൗസിൽ ഏതെങ്കിലും എഞ്ചിനീയറുമായിട്ട് ഡിസ്കഷൻ ആയിക്കോ. ആ എഞ്ചിനീയറുടെ ഭാഗ്യം പണ്ടാരെ പെട്ടിയാണ്. സത്യ ഞാൻ കേട്ടങ്ങൾ പോഞ്ചോരാവട്ടെ. ചില ദരിദ്രവാസികൾ ഇങ്ങനെയാണ്. കാശ് കൊടുത്ത് വില കൂടിയ സിഗരറ്റ് വാങ്ങും, എന്നാൽ 100 രൂപ കൊടുത്തൊരു തീപ്പെട്ടി മേടിക്കില്ല. എന്താണെന്ന് പറഞ്ഞത്? ഞാൻ സാറിനെ കുറിച്ച് പറഞ്ഞല്ല. സാറിന് കണ്ടാലറിയാൻ പോലെ തീപ്പെട്ടി മേടിക്കാത്ത കൂട്ടത്തിലാണെന്ന്. നിങ്ങളെന്നെ പരിഹസിക്കാണോ? അല്ല സാറേ, സാറിന്റെ കയ്യിൽ സിഗരറ്റ് ലാമ്പ് ഉണ്ടാവുമല്ലോ, അപ്പൊ പിന്നെ തീപ്പെട്ടിയുടെ ആവശ്യം വരില്ലല്ലോ എന്ന് പറയായിരുന്നു. ഓ എന്ന് വാട്സ് യുവർ നെയിം? സാറേതാണ്ട് പറഞ്ഞു എന്നോടാണ്. ഓ ഇവിടെ ഇംഗ്ലീഷ് ഇഡിയറ്റ്. ഓ ഇത് ഞാൻ അവിടെ കേട്ടിട്ടുണ്ടല്ല. ആ നമ്മുടെ ഇംഗ്ലീഷ് സാറിനെ സരള കൊച്ചമ്മ ഒരിക്കലും വിളിയാണ് ഇഡിയറ്റ്. അറിയാലോ? ഞാനോടൊന്നും ഉണ്ടെന്നില്ല. മൈ ഗോഡ്, ഇവിടുത്തെ ജനങ്ങൾ ഇത്ര നിരക്ഷരാണോ? ഒന്നുമില്ല, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചതാ. എന്നാ പിന്നെ സാർ സൂക്ഷിക്കണം. നമ്മുടെ രാമപിള്ള സാറും ആദ്യം ഇതുപോലെ തന്നെ സംസാരിക്കുമായിരുന്നു. രാമപിള്ള സാർ ആരെ? അയ്യോ, സാറിനറിയില്ലേ? മണിയമ്പിള്ള സാറിന്റെ അമ്മാവൻ. ഇല്ല. എന്നിട്ട് അയാളെവിടെ? ആ നല്ല കാര്യം. ഇപ്പൊ എവിടെയാണെന്നാ? കുസമേരി ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ടേ 3-4 കൊല്ലമായി. അത്രക്കാണ്ട് മൂത്തുപോയതേ. ഭ്രാന്തോ? അതുകൊണ്ട് സാറ് സൂക്ഷിക്കണം. ഓ അതേ മാരണം തന്നെ എന്നാലേ എന്നെ മോലാലി വിട്ടു ഇടങ്ങേറി. നിങ്ങളാരാ? മണിയമ്പിള്ള ഒരാളെ കാണാൻ വന്നതാ. എന്താ കാര്യം? എന്തിനാ നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്? ഒരപ്പന്റെ ദുഃഖം പറയാനാ. ദുഃഖമോ? മണിയമ്പിള്ള ഒരാളെ എന്റെ മോൾക്ക്
ഒരു ജോലി ശരിയാക്കി കൊടുത്തു തിരുവനന്തപുരത്ത്. പക്ഷേ നീ എപ്പോ വന്നു? കുറച്ചു നേരമായിരുന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണോ? അതങ്ങനെ ഞാൻ വന്നിട്ട്. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ചെന്ന് കുളിച്ച് ഫ്രഷായേ. ചെല്ല് ചെല്ല്. വൈലി, കാണുന്നവരോടൊക്കെ വെറുതെ വായിട്ടാൽ കൊണ്ടുവരുത്തില്ല. ഞാൻ പറയുന്നതാണോ സാറേ കുറ്റം? എന്റെ ഉള്ളിൽ തീയ. എന്റെ മോക്ക് ജോലി ശരിയാക്കി കൊടുത്തത് പോലാളിയാ. ക്രിസ്മസ് കഴിഞ്ഞ് പോയ അവള് ആദ്യത്തെ 6-7 മാസം കൃത്യമായിട്ട് വീട്ടിൽ വന്നിരുന്നു. ഇടയ്ക്കൊക്കെ വിളിക്കുകയും ചെയ്യായിരുന്നു. എന്നാ ഇപ്പൊ അവന് വിളിക്കാതായിട്ടും വരാതായിട്ടും മാസം 3-4 കഴിഞ്ഞു. ഞാൻ സാറിനോടല്ല വേറെ ആരോടാ പറയണത്? റോയിച്ചിനുണ്ടായിരുന്നെങ്കിൽ അവനെ വിട്ട് അന്വേഷിപ്പിക്കാമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന സ്ഥലത്തല്ലല്ലോ അവൻ ജോലി ചെയ്യണത്. പൈലി, ഞാൻ 2 ദിവസം കൂടെ ഒന്ന് ക്ഷമിക്കാൻ. എന്റെ നെഞ്ചിൽ തിരിയാകത്തണം. ചിരിയുമ്പോ ഞാനും അവളെ ഒത്തിരി കഷ്ടപ്പെട്ട ഇത്രയാക്കിയത്. എന്റെ മേലുമൊക്കെ എന്തെങ്കിലും സംഭവിച്ച ഒന്നും സംഭവിക്കില്ലല്ലോ. താനൊന്ന് സമാധാനിക്കേ. വൈകി സമാധാനിക്ക. പക്ഷേ എന്റെ ചിഹ്നം അവളുടെ കുത്തി കുത്തിയുള്ള ഓരോ ചോദ്യങ്ങള് എന്റെ ചങ്കിന് വല്ലാതെ കൊള്ളുന്നുണ്ട്. സാറേ, എനിക്ക് എന്റെ മോളെ കാണണം. ഇപ്പൊ കാണണം. തന്റെ മോളെ കാണിച്ചു തരാം. നാളെ തന്നെ കാണിച്ചു തരാം. എന്താ പോരെ? മേരിക്കൊരു ജോലി കിട്ടിയ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച സാറിന്റെ കൂടെ അവൾ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ചത്. അതിനെന്താടോ ഇപ്പൊ സംഭവിച്ചത്? താൻ ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലേ. ഇതാ, ഇതിരിക്കട്ടെ. തന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കയില്ലേ? പൈലി ചെല്ലേ. ആ പൈലി ഇങ്ങോട്ട് വന്നത് നീ കണ്ടില്ലടാ? അപ്പോഴല്ലേ സാറിന്റെ മരുമോണി കടി കയറി വന്നത്. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ മരങ്ങോടാ, ആ പൈലിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീട് പോയാൽ പിന്നെ അത് മതി കൊല്ലപ്പാവൻ. അല്ല സാറേ, ഒന്ന് ചോദിച്ചോട്ടെ, അയാളുടെ മകള് ജീവിച്ചിരിപ്പില്ല? എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഇതിൽ ഒരു ചെറിയ പങ്ക് എനിക്കുമില്ലേ? പങ്കോ? എന്ത് പങ്ക്? നീ അവളെ കാറിൽ തിരുവനന്തപുരം വരെ ഒന്ന് എത്തിച്ചു തന്നു. അതിന്റെ പ്രതിഫലം തന്നു കഴിഞ്ഞു. വേണമെങ്കിൽ ഇനിയും തരും. നീ ആ പൈലിയെ ഒന്ന് കൈകാര്യം ചെയ്യണം. അവനെ എപ്പോ എവിടെ കണ്ടാലും ഫുൾ ഫിറ്റാക്കി കൊള്ളണം. അവൻ ബോധത്തോടെ ഒന്നും സംസാരിക്കരുത്. സാറേ, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റൂല. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. അക്കാര്യം എനിക്കിവിടെ. ഓന്റെ കൊമ്പന്മാരെ മുട്ടുകുത്തിച്ച എന്റെ മുന്നിൽ പൈല് വെറും തൃണം. പക്ഷേ അവന്റെ ഇങ്ങോട്ടുള്ള വരവ് നിർത്തണം. ജയനും ലതയും ഒന്നും അറിയാൻ ഇടവരരുത്. ലതക്കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. ലതക്കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് പറഞ്ഞേക്കണം. എന്ത് ചെയ്യാനടാ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിത്തം എന്ന് പറയുന്നതില്ല. അനങ്ങിയ സമരമാ. ഓ, ഇതാണിപ്പോ കാര്യം. ഓരോരോ തണ്ടമാരി വെക്കേഷൻ വരാൻ കാത്തിരിക്കണം പിള്ളേരോടൊന്ന് അടിച്ചു പൊളിക്കണം. അപ്പൊ അതേ ഇവിടെ ഒരാള് ഇങ്ങനെ വീട്ടിലിരിക്കണം. എടാ ഭാസ്കര, പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ. എനിക്ക് അതിനൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ സന്ദർഭം ഇങ്ങനെ ആയിപ്പോയില്ലേ? ഇങ്ങനെ പോയാൽ സന്ദർഭം ഇനിയും ഭക്ഷണമാകും. ജയൻകുഞ്ഞ് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ആ,
അവൻ പറയുന്നത് നീ കാര്യമാക്കണ്ട. അത് പറഞ്ഞപ്പോഴേ ഓർത്ത് ജയൻ കുഞ്ഞ് ആ തോമസ് സാറിനെ തല്ലിയെന്ന് കേട്ടു. സാറിന് ഓർത്ത് മാത്രമാണ് അവർ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ. എന്തിന്? പോലീസ് പിടിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈകൊണ്ട് അവൻ ചാകട്ടെ. ആ തെണ്ടിയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാലും സാറിന്റെ മകനല്ലാതെ വരില്ലല്ലോ. വേണ്ടടാ, അങ്ങനെ ഒരു ലേബലിന്റെ ആവശ്യമില്ലെന്ന് അവൻ തന്നെയല്ലേ പറഞ്ഞത്? അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഭാസ്കര, നിങ്ങൾക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരുത്തിയെ സ്വന്തമാക്കാൻ എന്റെ അമ്മയെ കൊന്ന നിങ്ങളോട് ഞാനിനി തിരുത്തി പറയണോ? പണം കൊണ്ട് നിങ്ങൾ ദൈവത്തെ തോൽപ്പിച്ചേക്കാം, പക്ഷേ എന്റെ മുന്നിൽ നിങ്ങളെന്നും എന്റെ അമ്മയെ കൊന്ന ഘാതകനാണ്. എന്താ നിന്റെ ഭാവം? മനസ്സിലായില്ല. നീ എന്തിനാ തോമസിനെ തല്ലിയത്? ഇന്ന് ഞാൻ അവനെ തല്ലി, നാളെ ഒരു പക്ഷേ ഞാൻ അവനെ കൊന്നിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ഭാര്യയെ പോലെ അല്ല എന്റെ പെങ്ങൾ. ഇനിയും എന്തെങ്കിലും അവർ എന്റെ പെങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ അവരെ പൂമാത്തുണ്ടാവില്ല. വഴിയിൽ കിടന്ന് ചാകാനാണ് നിന്റെ വിധിയെങ്കിൽ അത് തടയാൻ അച്ഛനുണ്ടാകില്ല. അച്ഛൻ നിങ്ങളുടെ മകനായി പറഞ്ഞതിൽ ഞാൻ ലജ്ജിക്കുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞില്ല മരണം. ഇത്രയും നാണം കെട്ട ഒരു ജീവിതത്തെക്കാൾ എന്തുകൊണ്ട് നല്ലത് മരണം തന്നെയാണ്. പക്ഷേ അതിനു മുൻപ് ചില കണക്കുകൾ ഞാൻ തീർത്തിരിക്കും. വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് ആദ്യത്തെ കാണിക്കേണ്ടത്. അതെ, അതിന് തന്നെയാണ് പുറപ്പാട്. ഇനി അധികം വൈകില്ല. നിങ്ങളുടെ അവസാനത്തെ ഇര പൈലിച്ചേട്ടന്റെ മകൾ അവിടെ തന്നെ പോകും. എന്റെ കൈ പിടിച്ച് നടക്കാൻ പഠിച്ചത് നീ എന്നോട് ഏറ്റുമുട്ടാൻ അലങ്കരിക്കുന്നു. പക്ഷെ ഒന്നോർത്തോ, നീ ഏകനായി പട നയിക്കുന്നത് ഈ മണിയൻ വിളയോടാണെന്നുള്ള കാര്യം മറക്കണ്ട. ദയയും ദാക്ഷിണ്യവുമില്ലാതെ മുന്നിൽ കണ്ടതെല്ലാം വെട്ടി അരിഞ്ഞ് മുന്നേറുന്നവനാണ് ഈ മണിയൻ പിള്ള. നിങ്ങളെ പോലെ 1000 പേർ വന്നാലും സങ്കുറ്റത്തോടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ദൃഢനിശ്ചയമുള്ള ഒരാൾ മതി നിങ്ങളുടെ പാളയത്തിൽ വിളവെഴുത്താൻ. നീ അതിരി കിടക്കുന്നു. അതിരുകൾ നിങ്ങൾ തന്നെയാണ് താഴ്ത്തത്. എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്ന് കരുതരുത്. അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനിയും നിങ്ങളുടെ ഉദ്ദേശം തന്നെയാണെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. കാലം തീർക്കുന്നത് നീ ആയിരിക്കും. അല്ല, ഞാൻ നടക്കുന്ന ഈ സമൂഹം. ഇനിയും നിങ്ങൾക്ക് ഈ കള്ളക്കളി തുടരാനാവില്ല. ഈ മണിയൻ പിള്ളയുടെ കരുനീക്കങ്ങൾ നിനക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. കാളിയിൽ ശാകുരിയെ പോലും തോൽപ്പിക്കുന്നവനാണ് ഈ ഞാൻ. പക്ഷേ അവസാന ജയം ഞങ്ങൾക്കായിരിക്കും. ഇത് കണ്ടോ, നിങ്ങൾക്കെതിരെയുള്ള ആയുധം. നിങ്ങളുടെ അഴിമതികളുടെയും പെൺവാണിഭ കഥകളുടെയും ആദ്യത്തെ തെളിവ് ജയ. കുഞ്ഞി, നിങ്ങളുടെ കല്യാണം ശവത്തി കുത്തലേടാ. മനസ്സിലാവുന്ന വെറുതെ കാര്യം പറ. എന്നെ അവൾക്ക് വേണ്ടെന്ന് ആർക്ക്? ലതക്ക്. കുഞ്ഞ് അങ്ങനെ പറയാനൊരു കാരണം വേണമല്ലോ. ഒരു കാര്യമില്ല ഏട്ടാ. ഞാൻ അവളെ കാണാൻ മുറി ചെന്നപ്പോ കർണത്തിലടി ഇറങ്ങി പോടാ തെണ്ടിന്ന്. ഇത് ശരിയാണോ ഏട്ടാ? ഇത് ശരിയല്ല. സ്നേഹമുള്ള ഒരാളെ കാണാൻ, സ്നേഹമുള്ള ഒരാൾ അകത്ത് ചെന്നാൽ അങ്ങനെ പറയാനും പാടില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അതിന് ഞാൻ നിന്റെ പക്ഷത്താണ്. അതെ, ചേട്ടാ കുഞ്ഞിന്റെ മുറിയാത്ത ചെറിയ മുറിയാണ്. ഞാൻ കയറിയത് അവളുടെ കുളിമുറിയില്ല. അതിനെന്താണ്? കുളിമുറിയില്ല. എന്നാ ഇനി നീ ഇവിടെ നിക്കണം. ഒന്നുമില്ലാലും ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണല്ലേ ചേട്ടാ അവള്. നാളെ ഞാൻ അവളെ എന്നെ എന്റെ കൊച്ചിനെ കുളിപ്പിക്കേണ്ടതല്ലേ? എന്നോട് ഇത് ചെയ്യാമോ? എടാ വൃത്തികെട്ടവനെ, ഇക്കണക്കിന് പോയ കല്യാണത്തിന് മുമ്പ് ഇതിനെ കുളിപ്പിച്ച് കിടത്താൻ ഈ മുക്കി പഞ്ഞു കുത്തിക്കേട്ടു. എടാ ജലക്കുഞ്ഞൊരു പാമായതുകൊണ്ടേ അത്രേ ചെയ്തോളൂ. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ കുളിമുറിയിൽ കയറിയാൽ എന്താണ് ചേട്ടാ കുഴപ്പം? അങ്ങനെയാണെങ്കിലേ കല്യാണം കഴിക്കാത്തവരുടെ കുളിമുറിയിൽ എത്ര പേര് കയറിയിട്ടുണ്ട്?
കുറിച്ച് വൃത്തിയോട് പറയുന്നു. നീ കല്യാണം കഴിക്കാൻ പോണല്ലേ ഉള്ളു. കല്യാണം കഴിച്ച ഞാൻ ഭാര്യ ജീവിച്ചിരുന്നപ്പ അവക്കടെ കുളിമുറി ഞാൻ കയറിയിട്ടില്ല. ആരെ കയറ്റിയാലും അവളെ എന്നെ കയറ്റില്ല. ഭർത്താവടോ ഞാൻ ഭർത്താവ്, സമ്മതിക്കില്ല ഞാൻ. അതാ അവൾക്കും അറിയാം. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണോ ചേട്ടാ? എടാ തെറ്റല്ലടാ വൃത്തികെട്ടവനെ ചെയ്തത്. ആരെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കുളിമുറിയിൽ എത്തി നോക്കുക. നിനക്ക് അഥവാ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഒരു വാക്ക് എന്നോട് ചോദിച്ചാൽ പോരായിരുന്ന. ഈ പ്രദേശത്ത് എത്ര കുളിമുറി എനിക്ക് പരിചയമുണ്ടെന്ന് അറിയാം. എടാ ഞാൻ കയറാത്ത കുളിമുറിയാണെങ്കിൽ ആരും പറയട്ടാ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ചേട്ടനെ കുറച്ച് മുമ്പേ പരിചയപ്പെടുന്നതായിരുന്നു. പെട്ടെന്ന് പോകാമായിരുന്നു. ഈ കല്യാണം മാറിപ്പോവില്ലായിരുന്നു. ലതക്കുഞ്ഞിനെ കല്യാണം കഴിച്ച് അങ്കിളിന്റെ കാശ് കൊണ്ട് സുഖമായി ജീവിക്കാമായിരുന്നു. ഇനി ഞാൻ അങ്കിളിനോട് പറഞ്ഞാൽ വല്ലതും നടക്കുമോ? അങ്കിൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവും. അപ്പൊ അങ്കിൾ അറിഞ്ഞാലോ? അങ്കിൾ അറിഞ്ഞ നീ ഒരു പണി, നീ എന്നെ വിശ്വസിക്കും. ലതക്കുഞ്ഞിന്റെ മുറിയിൽ കയറിയാലും നീ തുറന്നു പറ, മനോഹരമായിട്ട് അങ്ങോട്ട് തുറന്നു പറ. അങ്കിളിനെ കൂട്ടാൻ ഇനി ഒരൊറ്റ വഴിയിൽ ഐഡിയ ഏർത്തൽ. നീ എന്താ പെട്ടിയുമായി എങ്ങോട്ടെങ്കിലും പോവുകയാണോ? പോകാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷേ അങ്കിളിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എന്താ നിനക്ക് പറയാനുള്ളത്? സത്യങ്ങൾ. സത്യങ്ങളോ? ഞാൻ തുറന്നോട്ടെ? തുറന്നോ. നിങ്ങളെ ലെറ്ററെങ്കിൽ ഇപ്പൊ കിട്ടിക്കോ, പിന്നെ ഏട്ടാ സമയം കിട്ടൂല. അങ്കിളിന്റെ മകൾ ലതയുടെ കുളിമുറിയിൽ ഞാൻ എത്തിച്ചു നോക്കി. മനസ്സിലായി. സത്യങ്ങൾ ഒരിടത്തും തുറന്നു പറയാൻ പാടെന്ന് മനസ്സിലായില്ലേ? എങ്കിൽ ഇറങ്ങിക്കോ. നീ ഇങ്ങ് വന്നേ. ഏട്ടാണ് വണ്ടിക്കാശൊക്കെ എന്തെങ്കിലും എന്നാലും ഇതിരിക്കട്ടെ. അങ്കിള് ഈ രണ്ടാമത്തെ അടി എന്തിനാണെന്ന് മനസ്സിലായില്ല. മേലിൽ ഈ പടി ചവിട്ടാതിരിക്കാൻ. അങ്കിളെ ഞാനൊരു അഭിമാനിയാ. മൂന്നാമത്തെ അടി കൊണ്ടാൽ ഈ പടി തൊട്ടുന്ന പ്രശ്നമില്ല. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. വരട്ടെ അങ്കിൾ, ഒരു കാര്യം ലതയോട് പറയണം. ഞാൻ പോയ വിവരം അറിയുമ്പോൾ അവൾ ഒരു പക്ഷെ സങ്കടപ്പെട്ടേക്കാം, വിതുമ്പിക്കറിഞ്ഞേക്കാം. അങ്കിളാണ് അവളെ സമാധാനപ്പെടുത്തേണ്ടത്. പിന്നെ അവളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അത്രയ്ക്ക് ഞാൻ പ്രേമിച്ചു പോയെങ്കിൽ. ഒരു കാര്യം കൂടി, അവളുടെ കുളിമുറിയിൽ നിന്നും അവൾ കുളിച്ച് ബാക്കി വെച്ച ഒരു സോപ്പിന്റെ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അവളുടെ ഓർമ്മയ്ക്കായി അങ്കിൾ പറയണം. രാധാ, പ്രണയം അന്തിമവായുവനേ പ്രണയിനി ആലയവാദിവരേ. ഹലോ, അതെ, മണിയും പിള്ളയാണ്. പറഞ്ഞോളൂ. സരളയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നോ? ശരി ശരി, ഞാൻ ഉടനെ എത്തിക്കൊള്ളാം. ശരി ഭാസ്കര, എല്ലാം കുഴഞ്ഞടാ. എന്തു പറ്റി സാറേ? സരളയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നു. സരള കൊച്ചുമ്പോ രാവിലെ ഗസ്റ്റ് ഹൗസിലോട്ട് പോയതാണല്ലോ എഞ്ചിനീയറെ കാണാൻ. അവിടെ വെച്ച് അവൾക്ക് നെഞ്ചുവേദന വന്നത്. ദൈവമേ, സരള കൊച്ചമ്മക്ക് എന്തെങ്കിലും പറ്റിയാലേ നമ്മുടെ ബില്ലുകൾ എങ്ങനെ പാസ്സാക്കി എടുക്കും? സരള കൊച്ചമ്മ ഉള്ളത് കൊണ്ട് ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യം സാറൊന്നും പറഞ്ഞിട്ടില്ല. കൂടുതൽ ഒച്ചടിക്കരുത്. ഇത് മറ്റുള്ളവരറിഞ്ഞാൽ നമ്മൾ പേടിക്കണം. ഇനി എന്തോന്ന് പേടിക്കാണ് സാറ്? സാറിന് മനസ്സിലായില്ലേ? ജയൻകുഞ്ഞിന്റെ തർക്കം ഇതോടെ തീരുമല്ല. ആ ശരി ശരി, ഈ ആ സിറ്റി ഹോസ്പിറ്റലിൽ ഒരു ഉടനെ ചെല്ല്. ഞാൻ അല്പം കഴിഞ്ഞ് എത്തിക്കൊള്ളാം.
മോളാ സാർ. എല്ലാവരും പറയുന്നു എന്റെ മോള്. പറയണോ, തന്റെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. താൻ വെറുതെ വീണ്ടും ഓരോന്ന് ആലോചിച്ചു കൂട്ടുന്ന. നിലത്ത് വെട്ടാതെ ചങ്കിലെ ചൂട് കൊടുത്താണ് ഞങ്ങൾ അവളെ വളർത്തിയത്. ഞങ്ങളുടെ മേരിമോക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനും ചിന്നെ ജീവിച്ചിരിക്കില്ല. ഒന്നും സംഭവിക്കല്ലോ, താനൊന്ന് സമാധാനിക്കേ. അതിന് സമാധാനിക്കാം. പക്ഷെ എന്റെ ചിഹ്നം അവളുടെ ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാതെ കഴിയാതെ ഞാൻ വിഷമിക്കുവാണ്. എന്റെ ചങ്കിൽ മുള്ളു നിറയ്ക്കുന്ന മാതിരിയാണുള്ളത്. എനിക്കെന്റെ മോളെ കാണും എങ്ങനെയാലും വേണ്ടില്ല. വൈലി, തന്റെ മോളെ കാണിച്ചു തരാം. നാളെ തന്നെ കാണിച്ചു തരാം. എന്താ പോരെ? എന്ത് ചെയ്യാനാ സാറേ? എന്റെ ഒരേ ഒരു മോളായി പോയില്ലേ. ദിവസങ്ങൾ എത്രയും അറിയാം. ഇനി ഒരു വിവരം കിട്ടി. അതുകൊണ്ട് എനിക്ക് വിഷമം. ഇത് കേട്ടാ തോന്നും മറ്റാർക്കും ഒരു വിഷമവുമില്ലെന്ന്. സങ്കടം കൊണ്ട് പറയുന്ന സാറ്. ചിഹ്നം വിവരങ്ങൾ അറിയാത്തതുകൊണ്ട് ആകെ വിഷമിച്ചിരിക്കുക. ഞങ്ങളുടെ നേരെ ചൂട് ആഹാരം കഴിച്ചിട്ട് 3-4 ദിവസമായി. പോരാത്തതിന് നാട്ടുകാരുടെ ഓരോ വർത്തമാനം ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് പേടിയാണ് സാറേ. സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? വൈലി, താൻ ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്. എനിക്ക് ആവശ്യമില്ലെങ്കിൽ പിന്നെ വേറെ ആൾക്കാരുടെ ആവശ്യം. എന്റെ തെറ്റാ. ഇത്രയും പ്രായമായ പോലെ ഒറ്റയ്ക്ക് ഒരിക്കലും ഇത്രയും ദൂരം പറഞ്ഞയക്കരുതായിരുന്നു. അതെ, ഇവിടുത്തെ നടപ്പിച്ചും എന്റെ മേരിമോളും ഒരേ പ്രായം. എന്റെ മേരിമോക്കൊരു ജോലി കിട്ടിയ കുടുംബം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചപ്പോ മറ്റൊന്നും ആകുന്നില്ല. ദൈവമേ, ഞാൻ എന്തൊരു പാപിയാ. എന്നോട് ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു. എന്റെ മോളെ എന്തിനാ എടുത്തത്? തന്നെയും കുടുംബത്തെയും സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് മനുഷ്യനാണോ? പിന്നെ തനിക്ക് അവളെ ഒന്നും കാണണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ജോലി മതിയാക്കി നമുക്ക് ഈ നാട്ടിൽ എവിടെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്താം. എന്താ പോരെ? അയ്യോ സാർ, മനസ്സിന് വിഷമം കൊണ്ട് പറഞ്ഞ എല്ലാം എനിക്കറിയാൻ പായില്ലേ. എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. അതും ഇതും കേൾക്കാൻ നീ അധികം പുറത്തേക്കെന്ന് പറഞ്ഞൂടാ. പൈലിക്ക് കാര്യം മനസ്സിലായില്ലേ? പൈലി ചെല്ല. ഭാസ്കര, വിശേഷം വല്ലതും? സർവ മരിച്ചെന്നോ? ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? ഇതെല്ലാം കണ്ടും കേട്ടും മുകളിലാണ് ഇരിപ്പെട്ടെന്നുള്ളത്. സൗഭാഗ്യങ്ങളുടെ പട്ടുമെത്തയിലേക്ക് ദുരന്തങ്ങളുടെ തീമഴം അനുഭവിക്ക്. മോനെ, വേണ്ട, ഇനിയും നിങ്ങളിൽ നിന്ന് അങ്ങനെ ചോദ്യം കേൾക്കേണ്ട. അല്ലെങ്കിൽ തന്നെ അറ്റുപോയ കണ്ടികൾ ജനറേറ്റർ